സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമോസാമ ചെയ്ത് ചില രണ്ട് മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഈ രണ്ട് മിസ്റ്റേക്കുകൾ നമ്മുടെ ഇമോസാമ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വൺ പീസിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊന്നും തന്നെ നടക്കില്ല. കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇമോസാമയ്ക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യായിരുന്നു. പക്ഷേ ഇമോസാമ ഒന്നും ചെയ്തില്ല. അപ്പോൾ ആ രണ്ട് മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയുന്നത്, നമ്മുടെ 30 ഡേയ്സ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പം നമ്മുടെ ചാനലിൽ ഏകദേശം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ചലഞ്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് 30 ഡേയ്സ് കൊണ്ട് 10K അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിൽ 30 ഡേയ്സിനുള്ളിൽ 10K അടിപ്പിക്കുക, ഒന്ന് സഹായിക്കുക. സോ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇമോസാമ നമ്മുടെ ലൂഫിക്ക് ഇത്രയും ടൈം കൊടുത്തതാണ്. നമുക്കറിയാം നമ്മുടെ ഇമോസാമക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലൂഫിനെ ഡിഫീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇമോസാമ ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. ഒന്നും ചെയ്തില്ല എന്നല്ല, ഇമോസാമക്ക് നേരിട്ടൊന്ന് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ഏതെങ്കിലും 5 വെൽഡേഴ്സിനെ വിട്ടിട്ടോ അല്ലെങ്കിൽ അഡ്മിറലിനെ വിട്ടാൽ പോരായിരുന്നു നമ്മുടെ ലൂഫിനെ പിടിക്കുക. അതൊന്നും ചെയ്യാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ലൂഫി ഗിയർ 5 വേഗം ചെയ്ത് ഇപ്പോൾ 5 വെൽഡേഴ്സ് വന്നിട്ടും കാര്യമില്ല, അഡ്മിറൽസ് വന്നിട്ടും കാര്യമില്ല. നമ്മുടെ ലൂഫിനെ ഇപ്പോൾ നമ്മുടെ ഇമോസാമയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇമോസാമ എത്രയും ടൈം വേസ്റ്റ് ചെയ്തത് ഇമോസാമ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഈ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ ഇമോസാമയ്ക്ക് വേണമെങ്കിൽ ഫൈനൽ വാറിൽ തൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇമോസാമയ്ക്ക് നമ്മുടെ ലൂഫിയുടെ എക്സ്റ്റൻസിനെ കുറിച്ചും അതുപോലെ ഗം ഫ്രൂട്ടിനെ കുറിച്ചും കൃത്യമായിട്ട് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇമോസാമ ലൂഫിയുടെയും ബ്ലാക്ക് ബീഡിൻ്റെ ഷിറോഷിൻ്റെ ഫോട്ടോ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇമോസാമ എന്തിനോ കാത്തു നിന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമോസാമ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ മിസ്റ്റേക്ക്. പിന്നെ നമ്മുടെ ഇമോ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏൻഷ്യൻ വെപ്പൺ നമ്മുടെ ഇമോസാമയുടെ കയ്യിലുണ്ട്. ഈ ഒരു ഏൻഷ്യൻ വെപ്പൺ വെച്ച് കണ്ട ഐലൻഡ്സൊക്കെ നമ്മുടെ ഇമോസാമ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇമോസാമയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഇപ്പോൾ ഹാച്ചിനോസിലുണ്ട്. ബ്ലാക്ക് ബീഡിൻ്റെ ആ ഐലൻഡ് നശിപ്പിച്ചാൽ ഒരു പക്ഷേ ഈ ഒരു മൂവോടുകൂടി തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കാര്യവും അവിടെ തന്നെ തീരുമായിരുന്നു. പക്ഷേ നമ്മുടെ ഇമോസാമ അതൊന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ യുറാനസ് വെച്ച് അറ്റാക്ക് ചെയ്താൽ ബ്ലാക്ക് ബീഡിന് എന്തായാലും നല്ല രീതിക്കുള്ള ഡാമേജ് കിട്ടും. ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡ് അവിടെ മരിക്കാനും ചാൻസ് ഉണ്ട്, മറ്റുള്ള ക്രൂമേറ്റ്സും അവിടെ തന്നെ തീരാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ ഇമോസാമ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മുടെ ഇമോസാമയുടെ ഡൗൺഫാളിൻ്റെ ഒരു കാരണമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സോ ഈ രണ്ട് മിസ്റ്റേക്കുകൾ നമ്മുടെ ഇമോസാമ ചെയ്തില്ലായിരുന്നെങ്കിലും നമ്മുടെ വൺ വേ സ്റ്റോറി ഇവിടെ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഇമോസാമക്ക് ഇനിയും ഒരു 80 വർഷം കൂടെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളാണ് ഇമോസാമ എങ്കിൽ നിങ്ങൾ ഈ രണ്ട് മിസ്റ്റേക്ക് വരുത്തോ ഇല്ലയോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലഞ്ചിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ചാനൽ 30 ഡേയ്സിനുള്ളിൽ 10K അടുപ്പിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.